Welcome back to my institution. കീവിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിടുന്ന ഓരോ വീഡിയോ കുട്ടികളൊക്കെ കാണുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്, വളരെ സന്തോഷം. നിങ്ങളെല്ലാവരും പഠിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ കാണാൻ ശ്രമിക്കണം. 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 10ഉം ഡിഫറൻ്റ് ആയിരിക്കും എന്ന് പറയുന്നതാണ്, എന്നാലും ഞാൻ പറയുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. If a straight line makes angles 3D ആണ്, ആൽഫ ബീറ്റ ഗാമ, the coordinate axis then 1 minus tan squared alpha by 1 plus tan square alpha plus 1 by sec 2 beta minus 2 sin square gamma is. ഇതിൻ്റെ വാല്യൂ എന്ത്? അതാണ് ക്വസ്റ്റ്യൻ. ഡയറക്ഷൻ കൊസൈൻസ് അറിയാമല്ലോ. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? എൽ എം എൻ. എൽ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് ആൽഫ, എം കോസ് ബീറ്റ, എൻ കോസ് ഗാമ. എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈസ് ഓൾവേസ് 1. കോസ് സ്ക്വയർഡ് ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഈസ് ഈക്വൽ ടു 1. ഇവിടെ 1 മൈനസ് ടാൻ സ്ക്വയർഡ് ആൽഫ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർഡ് ആൽഫ പഠിച്ചിട്ടുണ്ടെങ്കിൽ +1 പഠിച്ച കോസ് 2 ആൽഫയ്ക്ക് 4 ഫോർമുലയുണ്ട്, അതിലൊന്നാണിത് അല്ലേ. നമുക്കിതിന് ഞാൻ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല. ദിസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? കോസ് 2 ആൽഫ 1 ബൈ സീക്ക്, എങ്ങനെ എഴുതാം? കോസ് 2 ബീറ്റ മൈനസ് 2 ഇൻറ്റു സൈൻ സ്ക്വയർ ഗാമയ്ക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് കോസ് സ്ക്വയർ ഗാമ. കോസ് 2 ആൽഫയ്ക്ക് കോസിലുള്ള ഫോർമുല എന്താ? 2 കോസ് സ്ക്വയർഡ് ആൽഫ മൈനസ് 1, 2 കോസ് സ്ക്വയർ ബീറ്റ മൈനസ് 1 മൈനസ് 2 പ്ലസ് 2 കോസ് സ്ക്വയർ ഗാമ. എൽ എന്ന് പറയുന്നതാണ് കോസ് ആൽഫ. 2 കോസ് സ്ക്വയർഡ് ആൽഫ, 2 കോസ് സ്ക്വയർ ബീറ്റ, 2 കോസ് സ്ക്വയർ ഗാമ, 2 കോമൺ കോസ് സ്ക്വയർഡ് ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ. -1 -1 -2 -2 -2 -4. കോസ് സ്ക്വയർഡ് എ പ്ലസ് എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർഡ് എന്താ? 1. 2 ഇൻറ്റു 1 2 -2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് 3D ആണ്. ഡയറക്ഷൻ കൊസൈൻസ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് എൽ എം എൻ. എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 1. എൽ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് ആൽഫ, എം കോസ് ബീറ്റ, എൻ കോസ് ഗാമ. Question number 2. Two distinct numbers x and y. ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ്. 2 distinct numbers x and y are chosen from 1 2 3 4 5. ഈ 5 നമ്പറിൽ നിന്ന് നമ്മൾ 2 ഡിഫറൻ്റ് ആയിട്ടുള്ള 2 നമ്പർ ചൂസ് ചെയ്യും. ദ പ്രോബബിലിറ്റി ദാറ്റ് ദ അരിത്മെറ്റിക് മീൻ ഓഫ് x and y
ഈസ് ആൻ ഇൻറ്റിജർ. ഈസ് നമുക്കറിയാം, രണ്ട് നമ്പർ നമ്മൾ സെലക്ട് ചെയ്യണം അല്ലേ. എത്ര നമ്പേഴ്സ് ഉണ്ട്? 5. അപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് എത്ര വരും? 5C2. 5C2 കാണാൻ എളുപ്പവഴി നമുക്കറിയാമല്ലോ. 5 × 4. 5, 4 രണ്ട് നമ്പർ എഴുതുക. താഴെ 1 × 2 10. ഇനി 2 ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സ്. രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ ഒരു അരിത്തമെറ്റിക് മീൻ എന്താ? ഇപ്പോൾ എയും ബിയും അല്ലെങ്കിൽ എക്സും വൈയും 2 നമ്പേഴ്സ്. അരിത്തമെറ്റിക് മീൻ എന്താ? x + y / 2. ആ കിട്ടുന്ന നമ്പർ എന്തായിരിക്കണം? ഒരു ഇൻറ്റിജർ ആയിരിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സ് ഏതൊക്കെ വരാം? 1, 3 വരാം, ഒരു പെയർ വരാം. പിന്നെ 1, 5 വരാം, 2, 4 വരാം, 3, 5 വരാം. ഇതിൽ 1, 2, 3, 4 കേസസ് അല്ലേ. സോ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 4/10. പ്രോബബിലിറ്റി എപ്പോഴും നമ്മൾ കട്ട് ചെയ്ത് ലോവസ്റ്റ് ടൈമിൽ എഴുതുക. 2/5. Question number 3. 3 players A, B, C play a game the probability that A, B and C will finish the game are respectively 1/2, 1/3 and 1/4. The probability that the game is finished. ഇതാണ് കാണേണ്ടത്. The probability that the game is finished. ഇവിടെ 3 പേരുണ്ട് അല്ലേ. A, B, C 3 പേര്. അവർ ഓരോരുത്തരും ഫിനിഷ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്. നമുക്ക് ഗെയിം എന്തായിരിക്കണം? ഫിനിഷ് ചെയ്യാം. അപ്പോൾ A ഫിനിഷ് ചെയ്യാം, B ഫിനിഷ് ചെയ്യാം, C ഫിനിഷ് ചെയ്യാം അല്ലേ. അപ്പോൾ ആരും ഫിനിഷ് ചെയ്യാതിരിക്കുന്നില്ല. അപ്പോൾ ആ ഒരു പ്രോബബിലിറ്റി നമുക്ക്, അത് ആ ഒരു കേസിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് ടോട്ടൽ എപ്പോഴും എന്താണ്? 1. അതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അതിങ്ങനെ ഇതിൽ P ഓഫ് A 1/2, P ഓഫ് B 1/3, P ഓഫ് C 1/4. നമുക്കിതിൻ്റെ കോംപ്ലിമെൻറ്റ് P ഓഫ് A ബാർ 1 - 1/2. 1 നിന്ന് മൈനസ് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ മൈനസ് ചെയ്ത് ന്യൂമറേറ്റർ അങ്ങ് എഴുതിയാൽ മതി. 1 - 1/3 എന്ന് പറഞ്ഞാൽ എന്താ? 3 - 1 2, 2/3. P ഓഫ് C ബാർ 1 - 1/4. 4 - 1 എത്ര? 3, 3/4. Required probability 1 - P of A bar into P of B bar into P of C bar. 1/2, 2/3, 2, 3 cancel. 1 - 1/4, 3/4. Question number 4.
The angle between the lines. ഇതും 3D ആണ്. Angle between the lines 2x is equal to 3y is equal to z. Sorry, minus z. And 6x is equal to minus y is equal to minus 4z is. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഫോം എന്താ? കാർട്ടീഷ്യൻ ഫോം x minus x1 by a, y minus y1 by b, z minus z1 by c. നമുക്ക് 2xനെ നമുക്ക് എങ്ങനെ എഴുതാം? x by 1 by 2, x minus 0 by 1 by 2. നമുക്ക് ആ ഒരു ഇതിലെടുക്കാം. z by minus ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് x by 1 by 6, y by minus 1, z by minus 1 by 4. a1 a2 plus b1 b2 plus c1 c2. നമുക്ക് ഫസ്റ്റ് അത് ചെക്ക് ചെയ്ത് നോക്കാം. വൺ ബൈ ടു ഇൻറ്റു 1 by 6, 1 by 12 minus 1 by 3 plus 1 by 4. കാരണം നമുക്കിത് 0 ആണ് കിട്ടുന്നതെങ്കിൽ പെർപെൻഡിക്കുലർ ആംഗിൾ എന്ത് വരും? 90 ഡിഗ്രി. 12 LCM 1, 3 into 4 minus 1 into 4, 4 into 3, 1 into 3, 1 plus 3 4, 4 plus minus 4 0. So the lines are perpendicular. ആംഗിൾ എന്ത് വരും? തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രിക്ക് പകരം ഇവിടെ റേഡിയൻ മെഷറാണ്. 180/2 π/2 റേഡിയൻ. Question number 5. If two lines x minus 1 by 2, 1 minus y by minus a, z by 4, and x minus 3 by 1, 2y minus 3 by 4, z minus 2 by 2 are perpendicular. Similar അല്ല, perpendicular. Find a. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഇക്വേഷൻ തരുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം ആണോ ചെക്ക് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് മൈനസ് x1 by a. എക്സ് വൈ ഇസഡ് സ്റ്റാർട്ട് ചെയ്യണം. എക്സ് വൈ ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഇവിടെ ഇത് കുഴപ്പമില്ല. x മൈനസ് 1 by 2 സ്റ്റാൻഡേർഡ് ഫോമിലാണ്. ഇവിടെ 1 മൈനസ് വൈ ആണ്. അപ്പോൾ മൈനസ് ഓഫ് വൈ മൈനസ് എന്ന് പറയുമ്പോൾ മൈനസ് ക്യാൻസൽ ആവും. y മൈനസ് 1 by a, z by 4. x മൈനസ് 3 by 1, ഇവിടെ y കോഎഫിഷ്യൻ്റ് 2 ആണ്. 2 ഇൻറ്റു ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഇനി ഇവിടെ 5 ആയിരുന്നെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? y മൈനസ് 3 by 2 by 4 by 5 അങ്ങനെ എഴുതാം. ഇതിപ്പോൾ കട്ട് ചെയ്യാമെന്നുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് എഴുതാം. പെർപെൻഡിക്കുലർ ആണ്. നമുക്ക് എന്താ പറയാം? a1 a2 plus b1 b2 plus c1 c2 0. 2 into 1 a into 2, 4 into 2. 2 plus 8 10. 2a is equal to minus 10. a is equal to minus 10 by 2 minus 5. Question number 6. The equation of the circle is
3x square plus 3y square 6x minus 4y minus 1 is equal to 0. Find radius of this circle. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുമ്പോൾ എപ്പോഴും എക്സ് സ്ക്വയറിൻ്റെയും വൈ സ്ക്വയറിൻ്റെയും കോഎഫിഷ്യൻ്റ് എപ്പോഴും സെയിം ആയിരിക്കും സർക്കിളാണെങ്കിൽ. ഇനി നമുക്കിവിടെ ജനറൽ ഫോം, നിങ്ങൾ ഈ ഒരു ഫോം ഓർത്തിരുന്ന എളുപ്പമുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈസ് ഈക്വൽ ടു 0. സെൻറ്റർ ഈസ് മൈനസ് g മൈനസ് എഫ്. ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി. MCQനൊക്കെ നമുക്ക് ഈ മെത്തേഡ് മതി. ഇവിടെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡിങ് ഈച്ച് ടേം ബൈ 3. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 2x മൈനസ് 4/3y മൈനസ് 1/3 0. ഇവിടെ 2g എത്രയാണ്? 2. g 6 എത്ര വരും? g ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ 2f മൈനസ് 4/3. എഫ് എന്ത് വരും? മൈനസ് 2/3 മൈനസ് c മൈനസ് 1/3 മൈനസ് 9 LCM 9 plus 4 16/9 that is 4/3. 2g എന്ന് പറയുന്നതാണ് 2. g എത്രയാണ്? 1. 2f മൈനസ് 4/3 f മൈനസ് 2/3 c മൈനസ് 1/3. അതാണ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1/3. Limit x tends to 0. 1 plus 2x raised to 10 minus 1 by x. നമുക്കിവിടെ 0 കൊടുക്കുമ്പോൾ ഇതെന്താവും? 0. 1 raised to 10 1, 1 minus 1 0, 0/0 ഫോം. ഇവിടെ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. എൽ ഹോസ്പിറ്റൽ റൂള് 0/0 വന്നാൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എൽ ഹോസ്പിറ്റൽ റൂൾ എന്താ? ന്യൂമറേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ന്യൂമറേറ്ററായിട്ട് എഴുതുക, ഡിനോമിനേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഡിനോമിനേറ്ററായിട്ട് എഴുതുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് റൈസ് ടു n ഫോം n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് ഇൻറ്റു ചെയിൻ റൂൾ വേണം. ഡെറിവേറ്റീവ് ഓഫ് 1 0, ഡെറിവേറ്റീവ് ഓഫ് 2x 2, ഡെറിവേറ്റീവ് ഓഫ് 1 0, പിന്നെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താ? 1 നമുക്ക് എഴുതണമെന്നില്ല, വേണമെങ്കിൽ ഇനി എക്സിന് 0 കൊടുത്ത് നോക്കി. 1 റൈസ് ടു n നമ്പർ 1, 1 ഇൻറ്റു 10, 10 ഇൻറ്റു 2 20. നമുക്ക് പെട്ടെന്ന് ചെയ്യാം. Question number 8. If f is differentiable at x is equal to 1, x is equal to 1, then limit x tends to 1, x square f of 1 by x minus 1. ഇവിടെ നോക്കി നമ്മൾ എക്സിന് 1 കൊടുക്കുമ്പോൾ 1 ഇൻറ്റു എഫ് ഓഫ് 1 മൈനസ് എഫ് ഓഫ് 1 0, 1 മൈനസ് 1 0. നമുക്ക് എന്ത് കിട്ടും? 0/0 ഫോമായി. നോക്കിപ്പോൾ ഞാൻ പറഞ്ഞ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, എഫ് ഓഫ് 1 കോൺസ്റ്റൻറ്റ്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x. എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് f ഡാഷ് എക്സ്. ഇനി നമ്മൾ എക്സിന് 1 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു എഫ് ഓഫ് 1 മൈനസ് എഫ് ഡാഷ്ഡ് 1. ഇങ്ങനെ തന്നെയാണ് ആൻസർ. The coefficient of x raised to 4.
in the expansion of one minus 2x raised to 5. നമുക്ക് a plus b the whole raised to n ൻ്റെ r ജനറൽ ടേം എന്താ? ടി ആർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു എൻ സി ആർ എ റൈസ് ടു എൻ മൈനസ് ആർ ബി റൈസ് ടു ആർ. ഇവിടെ ആർ പ്ലസ് 1 ടേം എന്ത് വരും? എൻ സി ആർ. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് എന്താ? 5. 5cr a 1 ആണ്. 1 റൈസ് ടു n നമ്പർ 1. സെക്കൻഡ് ടേം മൈനസ് 2x റൈസ് ടു ആർ. അപ്പം നമുക്കിവിടെ എന്താ കാണണ്ടേ? എക്സ് റൈസ് ടു 4. ഇവിടെ എക്സ് റൈസ് ടു ആർ എന്ത് കൊടുക്കണം? 4 കൊടുക്കണം അല്ലേ? അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായാലും 5c4 മൈനസ് 2 റൈസ് ടു 4. 5c4 ഏതിനോട് ഈക്വലാണ്? 5c1 ഈക്വലാണ്. എൻ സി ആർ ഇസ് ഈക്വൽ ടു എൻ സി എൻ മൈനസ് ആർ. 5c1 എന്താ? 5. മൈനസ് 1 റൈസ് ടു 4 പോസിറ്റീവ് 1. 2 റൈസ് ടു 4 16. The remainder when two raised to 2000 is divided by 17 is 2 raised to 2000. 2 raised to 4 the whole raised to നമ്മൾ ഈ 2 raised to 4 എഴുതാൻ കാരണം അതെന്താ? 16. 16 നമുക്ക് എങ്ങനെ എഴുതാം? 17 മൈനസ് 1. കാരണം ഇവിടെ 17 ഉള്ളത് കൊണ്ട് അതുമായിട്ട് കണക്ട് ചെയ്തു. നമ്മൾ ഇതിൻ്റെ എക്സ്പാൻഷൻ എഴുതുമ്പം ലാസ്റ്റ് ടേം ഒഴികെ ബാക്കിയെല്ലാം എന്തായിരിക്കും? 17 കാണും അല്ലേ? അപ്പോൾ ആ ടേം നോക്കിയിട്ട് നമുക്ക് റിമൈൻഡർ എഴുതാം. ടി ആർ പ്ലസ് 1 ലാസ്റ്റ് ടേം ഇവിടെ എന്തായിരിക്കും? 500 CR 17 raised to 500 minus R minus 1 raised to R. ഇതിൽ ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ ആർ എന്തായിരിക്കും? 500 വരും അല്ലേ? 500 C 500 റേസ്റ്റ് 0 മൈനസ് 1 റേസ്റ്റ് 500. അവിടെ എന്ത് വരും? പോസിറ്റീവ് 1. സോ റിമൈൻഡർ ഈസ് ഈക്വൽ ടു, സോ ആൻസർ ഈസ് 1. നമുക്ക് ഈ നമ്പറിനെ 17 വെച്ച് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? റിമൈൻഡർ ഈസ് 1. നെക്സ്റ്റ് വീഡിയോ നാളെ ഇടുന്നുണ്ട്. ഇനി ദിവസം ഇല്ല, 5th സ്റ്റാർട്ട് ചെയ്യല്ലേ എക്സാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്, എന്നാലും ഇനി സപ്പോർട്ട് വേണം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.